ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. ഇസ്രായേലിൻ നാഥൻ, അതും നമ്മളെവിടെ ഒരു കൊല്ലത്തൊരു അമ്പലത്തിൽ ചെന്നപ്പോൾ അവരത് പാടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. സാറേ, ചേട്ടാ, ഇസ്രായേലിൻ നാഥൻ പാടൂ, ഇസ്രായേലിൻ നാഥൻ പാടൂ. ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയവുമില്ല, മതമില്ല. ഏറ്റവും അവസാനമാണ് ഈ പാട്ട് പാടുന്നത്. അത്രയും സമയമായി ഈ പാട്ട് കേൾക്കാൻ അത്രയും ആൾക്കാർ അവിടെ നിന്നു എന്നുള്ളതാണ്. മതസൗഹാർദ്ദത്തിന്റെ ഒരു സന്ദേശമായിരുന്നു അവിടെ ഉണ്ടായത്. ദൈവമേ ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അറബിക് പാട്ട് പാടി. അതെ അതെ. പ്രത്യേകിച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് വേണം എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയും. പക്ഷെ അവിടെ ഇവരതിന് പെർമിഷൻ എടുത്തിരുന്നില്ല എന്നുള്ള വിവരം എനിക്കറിയില്ല. അപ്പൊ ആരും ഇവരെ ഒറ്റിയതാണ്. പക്ഷെ ഈ നടത്തിയ ആൾ അവിടുന്ന് മുങ്ങി. അങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം ഇന്ത്യയിലെ ഒരു വലിയ ഗായകനാണ്. അങ്ങനെയാണ് ഒരു അറബി പാട്ട് പാടാമോ? ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടിയിരുന്നത് ഞാൻ തന്നെയായിരുന്നു. തരംഗിണിയിലൂടെ ദാസേട്ടന്റെ ഒരുപാട് പാട്ടുകൾ വന്നുവെങ്കിലും അതേസമയം ഞാൻ ഒരേ സമയത്ത് തന്നെ ഒരു കാസറ്റിലെ 7-8 പാട്ടുകൾ ഞാൻ പാടുമായിരുന്നു. മാത്രമല്ല 10-15 കാസറ്റ് കമ്പനികൾക്ക് വേണ്ടി ഞാൻ പാടുമായിരുന്നു. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. ഈ യാത്രയിൽ വഴികാട്ടുവാൻ തെളിയൂ പൊൻദീപമേ. ആർക്കും ശബ്ദത്തെപ്പറ്റി ഒരു വിചാരവും ഇല്ല, എങ്ങനെയും പാടാം. കാരണം റഹ്മാന്റെ ഒരു രംഗപ്രവേശത്തോടു കൂടി ഏത് ശബ്ദവും ഉപയോഗിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഇവിടെ നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയും പാടാന്നുള്ളതാണ്. പാടാൻ വരുന്നവൻ ഓടുകയും ചാടുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അവന്റെ ആ പണി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാണിക്കുന്നതൊക്കെ റെക്കോർഡഡ് സാധനമാണ്. ഇതൊക്കെ ജനത്തിനും അറിയാം. വീണ്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ ആ ക്വാളിറ്റി ആളുകൾക്ക് വേണ്ട എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോയി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മളോടുള്ളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ചെറുപ്പത്തിൽ ഞാൻ ആദ്യം പഠിച്ച പാട്ടുകളിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെയാണ്. KG മാർക്കോസ് സാർ, നമസ്കാരം. 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 കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു ക്രിസ്ത്യനായിട്ടാണ്, അങ്ങനെ ഒരു മതം ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആദ്യം പഠിപ്പിക്കുന്ന പാട്ടുകൾ സാറിൻ്റെയാണ്. ഇസ്രായേലിൻ നാഥൻ എന്നുള്ള പാട്ട് പാടിയിട്ട് ഏതാണ്ട് 25 വർഷത്തിന് മേലെയായി. പക്ഷെ ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ഇപ്പം 45 വർഷത്തിന് മേലെയായി, 46 വർഷത്തോളമായി. ഞാൻ 78-ലാണ് ഞാനൊരു പ്രൊഫഷണൽ സിംഗർ എന്നുള്ള രീതിയിൽ KG മാർക്കോസ് ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഗാനമേള ട്രൂപ്പ് ഫോം ചെയ്ത് ഇറങ്ങുന്നത്. അതിനിടയ്ക്ക് 78-ൽ ഞാൻ രംഗത്ത് വന്നെങ്കിലും 3 വർഷം കൊണ്ട് സിനിമയിൽ വന്നു. 81-ലായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ പാട്ട്. തുടർന്ന് അങ്ങോട്ട് കുറച്ച് ചിത്രങ്ങളിലൊക്കെ പാടി. രതിലയം, കൂലി, സ്രാവ്, ഭൂകമ്പം, ഓടരുതമ്മ, വാളറിയാം, അങ്ങനെ കുറെ 74-ലൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്രയും നമ്പേഴ്സ് ഓഫ് കുറച്ച് പാട്ടുകൾ കിട്ടിയിരുന്നു. പക്ഷെ അന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് സിനിമാ സംഗീതത്തിലോട്ട് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. 1. 2, നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള സംഗീത സംവിധായകർ പലരും വളരെ ജ്ഞാനസ്ഥരായിരുന്നു. ഇപ്പം ദേവരായ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, അർജുന മാഷ്, ബാബുരാജ്, അങ്ങനെ ഒരു വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ പാടി നമ്മുടെ കഴിവ് തെളിയിച്ച് വന്നെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ അവർ നോക്കുന്നത്, പ്രത്യേകിച്ചും അന്നത്തെ കുറച്ച് സിനിമാ കമ്പനികളേ ഉള്ളൂ. ഇന്നത്തെ പോലെ ഒരു 1 കോടി രൂപ ഉണ്ട് എൻ്റെ കയ്യിൽ, എന്നാൽ പിന്നെ ഒരു പടം എടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്ന ആൾക്കാരായിരുന്നില്ല അന്ന്. അപ്പം അവർ നല്ല കഥകൾ, നല്ല അഭിനേതാക്കൾ, നല്ല തിരക്കഥാകൃത്തുക്കൾ, നല്ല സംഗീത സംവിധായകർ, നല്ല പാട്ടുകാർ, അങ്ങനെയൊക്കെ ഒരുപാട് സെലക്ഷൻ നടത്തിയിട്ടാണ് ഒരു സിനിമ അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മത്സരം ഉണ്ടായിരുന്നു, കഴിവ് തെളിയിക്കണമായിരുന്നു. അപ്പം അങ്ങനെ പ്രത്യേകിച്ചും യേശുദാസ്, ജയചന്ദ്രൻ, ഈ 2 മഹാപ്രതിഭകൾ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതിനിടയിൽ കൂടെ തുഴഞ്ഞു കയറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുമായിരുന്നു. കാരണം മാർക്കറ്റിംഗ് സൈഡ് അന്ന് ഇന്നത്തെ പോലെ കാസറ്റ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പം യേശുദാസ് പാടിയാൽ ആ പാട്ട് നന്നാകും എന്നൊരു പറച്ചിലും അങ്ങനെ തന്നെ ആയിരുന്നു. ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കാരണം പാടിയുള്ള എക്സ്പീരിയൻസും മറ്റു തരത്തിലുള്ള മാർക്കറ്റിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ തോന്നും. നമ്മുടെ തന്നെ സ്വയം കുറേ ഇൻപുട്ടൊക്കെ നമുക്ക് ഇടാൻ തോന്നും. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ, ഞാൻ, ഉണ്ണിമേനോൻ, അല്ലെങ്കിൽ അന്ന് കൃഷ്ണചന്ദ്രൻ, അന്ന് ഈ പുതിയ ഗായകരിൽ MG ശ്രീകുമാർ, മധുബാലകൃഷ്ണൻ, അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരില്ല.
അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിനിടെ കൂടെ വേണം നമുക്ക് തുഴഞ്ഞ് കയറാൻ. എന്നിട്ടും അത്യാവശ്യം കുറച്ച് സിനിമകളിലൊക്കെ പാടി അങ്ങനെ നിൽക്കുമ്പോഴാണ് 86 എനിക്ക് വലിയൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അന്ന് ഗാനമേളയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. കാരണം നമ്മളെ അറിയപ്പെടുത്തണമെങ്കിൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ ടി വിയോ അല്ലെങ്കിൽ ഇതുപോലെ മൊബൈൽ ഫോണോ ഒന്നും ഉണ്ടായിരുന്ന ഒരു കാലമല്ല. അപ്പോൾ ഒരു മാസം 30-35 പ്രോഗ്രാമൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും പ്രോഗ്രാം, ചില ദിവസങ്ങളിൽ 2 പ്രോഗ്രാം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടി നടന്ന് പാടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതൊരു തരത്തിൽ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. ഗാനമേളയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരുന്നത്. കാരണം സിനിമയിൽ നമുക്ക് അവിടെ പോയി നിന്നാൽ കിട്ടും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് മാക്സിമം ഗാനമേള ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഗാനമേളയ്ക്ക് പോകുമ്പോഴാണ് എനിക്ക് വലിയൊരു കാർ ആക്സിഡൻറ്റ്. അബുദാബിയുടെ സബേബ്സിലാണ്, അലൈൻ എന്ന് പറയും. അവിടെ വെച്ച് ഒരു വലിയ കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങൾ 5 പേരിൽ 3 പേര് മരിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ 3 മാസത്തോളം ഞാൻ ഈ അലൈനിൽ തന്നെ കിടന്നു, ആശുപത്രിയിൽ അൽത്തബാം ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് കിടന്നു. അതിനുശേഷം ഒരുവിധം ആയപ്പോഴത്തേക്കും നാട്ടിലേക്ക് വന്നു. പിന്നെ 4-5 വർഷം ഈ പറഞ്ഞ സിനിമയിൽ പാടാതൊക്കെ അങ്ങനെ കഴിച്ചു കൂട്ടി. പിന്നെ രണ്ടാമത് വരുന്ന വരവാണ് 91 മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഇസ്രായേലിൻ നാഥൻ, അതും നമ്മളെവിടെ ഒരു കൊല്ലത്തൊരു അമ്പലത്തിൽ ചെന്നപ്പോൾ അവരത് എനിക്ക് ഒരു 25 വർഷം മുമ്പ് പാടിയ പാട്ടാണ്. ഇപ്പോഴത് പാടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ശരിക്കും എന്തായിരുന്നു ആ ഒരു സംഭവം? അല്ലെങ്കിൽ ഇവിടെ കല്ലട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം, അവിടുത്തെ ദേവീക്ഷേത്രത്തിന് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യുമ്പം ഞാൻ വേദിയിൽ വരുമ്പം മുതൽ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ആദ്യത്തെ 2-3 പാട്ട് കഴിഞ്ഞപ്പോൾ ഈ പാട്ട് പാടിയില്ല. അപ്പോൾ എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, സാറേ ചേട്ടാ ഇസ്രായേലിൽ നാഥൻ പാടൂ, ഇസ്രായേലിൽ നാഥൻ പാടൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൂട്ടി വെച്ച് വായിക്കുമ്പം ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് നാളായിട്ട് വളരെ വളരെ എന്താ പറയുക, ഈ കോൺട്രവേഴ്സി എന്ന് പറയത്തില്ലേ, ഓരോരോ പിന്നെ വിരോധാഭാസങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അനാവശ്യമായിട്ടുള്ള വഴക്കും വക്കാണവും കേസും ജാതി തിരിച്ചുള്ള കാര്യങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെ ഇതിങ്ങനെ വരുന്ന ഒരു കാലമായതുകൊണ്ട് ഞാനൊന്നും മടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പാടാം. ശരിക്കും ഇത് ആദ്യം കേട്ടപ്പം നമ്മുടെ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ നമുക്ക് അത്ര സന്തോഷമാണ്. അതെ. പക്ഷെ സ്റ്റിൽ ഇത് ആദ്യം കേട്ടപ്പോൾ തോന്നിയത് സന്തോഷമാണോ, അഭിമാനമാണോ, അതോ പേടിയാണോ? ആ അഭിമാനം തോന്നി. ഓഫ് കോഴ്സ് എൻ്റെ ഒരു പാട്ട്, ഞാൻ തന്നെ പാടിയ പാട്ട് മറ്റൊരാൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അഭിമാനമാണ് ആ പാട്ട് പാടണമെന്ന്. പക്ഷേ അതിലുപരി പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പിന്നെ പോലീസ് സ്റ്റേഷൻ, മറ്റ് ദേഹോപദ്രവമൊന്നും അല്ല പ്രശ്നം. ഈ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുക, ഇതിൻ്റെ നൂലാമാലകൾ നമ്മൾ അനുഭവിക്കാൻ, നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക. അപ്പോൾ അതായിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ഈ പറഞ്ഞാൽ ഉന്തും തള്ളും ബഹളമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കാരണം ഒന്ന് മടിച്ചു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഞാൻ ഈ പാട്ട് പാടാതെ ഇങ്ങനെ പാടാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിർത്തി. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്കും ആൾക്കാരങ്ങ് എന്താ പറയുക, ചുറ്റും നിന്ന് പറയുക, ചേട്ടാ ആ പാട്ട് ഈ പാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വേള. അപ്പോൾ പോലീസുകാരൻ ഇപ്പോൾ ഉണ്ട്. അവസാനം പിന്നെ ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയവുമില്ല, പിന്നെ മതമില്ല, ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ എന്നോട് ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ തന്നെ എന്നോട് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഐതിഹ്യം പോലെ എന്നോട് പറഞ്ഞു, ഇവിടെ 3 വിശുദ്ധരായിരുന്നു ഉണ്ടായിരുന്നത് ഈ കല്ലട എന്ന് പറയുന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അതിലൊന്ന് കല്ലട മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പാതിരിയായിരുന്നു. പിന്നീട് ഈ കല്ലട ദേവി, ദുർഗാദേവി, പിന്നെ വേറൊരു വിശുദ്ധൻ്റെ പേര് കൂടി പറഞ്ഞു, ഞാൻ മറന്നുപോയത്. അപ്പോൾ ഇവർ 3 ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ ഈ കല്ലട മുത്തപ്പൻ്റെ പള്ളിയിൽ നിന്നാണ് കുതിരയിൽ കൊടിയിറങ്ങി ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് തിരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഈ കുതിരയിൽ തന്നെയാണ് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഉത്സവത്തിന്. ഇപ്പോഴും അങ്ങനെ കൊടി മാറുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അന്ന് വൈകിട്ടാണ് എൻ്റെ ഗാനമേള. അപ്പോൾ ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ ഇടമാണ് ചേട്ടാ, ധൈര്യമായിട്ട് പാടിക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് പേടിയാണ്. കാരണം ആരെങ്കിലും ചുമ്മാ മെനക്കെടുത്താനാണെങ്കിലും കൊണ്ടുപോയി ഒരു കേസ് കൊടുത്താൽ അതിൻ്റെ പുറകെ നടക്കണമല്ലോ. നമുക്ക് ഈ വയസ്സുകാലത്ത് അതിനുള്ള സമയമില്ല. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ എന്നെ ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കേണ്ട കാര്യമുണ്ടോ? അത് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു പ്രശ്നമല്ല, ധൈര്യമായിട്ട് പാടിക്കും. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ഏറ്റവും അവസാനമാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ ഏറ്റവും ബാക്കിൽ നിന്ന് ആരോ എടുത്തൊരു ഷോട്ടാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോഴും ആ 2:45 7:15 തുടങ്ങി കറക്റ്റ് 10 മണിക്ക് നിർത്തി. അത്രയും സമയമായി ഈ പാട്ട് കേൾക്കാൻ അത്രയും ആൾക്കാർ അവിടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു മനുഷ്യൻ്റെ ഒരു വികാരം, എന്നോടുള്ള ആ ഒരു സ്നേഹം, ഇഷ്ടം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഗാനമേള അവസാനിച്ചു, ഈ ഗാനത്തോടുകൂടി പരിപാടി അവസാനിച്ചു എന്ന് പറഞ്ഞപ്പം പിന്നെ സ്റ്റേജിലോട്ടൊരു ഒഴുക്കായിരുന്നു. കാരണം അതും കാണാം.
കാരണം എനിക്ക് എൻ്റെ പെടലി പോലും തിരിക്കാൻ വയ്യ. അതുപോലെ ആൾക്കാർ 4 സൈഡിൽ നിന്ന് എന്നെ പിടിച്ച് വലിക്കുക ഫോട്ടോ എടുക്കാൻ. അപ്പം ഞാൻ പിന്നെ അവരുടെ ആ സ്നേഹമല്ലേ, അപ്പം നമ്മൾ പരമാവധി സഹകരിച്ച് നിന്ന് കൊടുത്തു ഫോട്ടോ എടുക്കാനും. അപ്പം അത്രയ്ക്കും നല്ല എന്താ പറയുക, അതാണ് ആ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു അവിടെ ഉണ്ടായത്. അതായിരുന്നു അതിനകത്തെ ഹൈലൈറ്റ്. സാർ ഇത്രയും നേരം വന്നിട്ട് പോലും നമ്മൾ ആ പാട്ടൊന്ന് പാടാൻ ആവശ്യപ്പെട്ടില്ല. ശരിക്കും ഇത്രയും പേര് ആവശ്യപ്പെട്ട ആ ഒരു നാഥൻ, ഞാൻ ആദ്യം പഠിച്ച പാട്ടുകളിൽ ഒന്ന് സാറ്. തീർച്ചയായിട്ടും. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. അടിപൊളി. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ ഒരു പക്ഷെ പാടിയിരുന്നത് ഞാനായിരിക്കും. അവരാണ് ദേവഗായകൻ അല്ലെങ്കിൽ സുൽത്താൻ ഓഫ് മാപ്പിളപ്പാട്ട്, അങ്ങനെ ഒരുപാട് പേരുകൾ. തീർച്ചയായിട്ടും ഈ 2 വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഞാനായിരുന്നു ആ സമയത്ത് പാടിയിരുന്നത്. അപ്പൊ ഞാൻ പാടിയ പല പാട്ടുകൾ, ഇപ്പം ആകാശം മാറും ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം, കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം, വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഇങ്ങനെ ഒരു പാട്ട്. അതേപോലെ മറ്റേ എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. അയ്യോ സാർ, തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ ഒരു പഴയ കാലഘട്ടമില്ലേ, ഈ കാസറ്റുകൾ മാത്രം. അതെ, ആ സമയത്ത് കാസറ്റ് പിന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഭയമേതുമില്ലെൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും, ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ഈ പാട്ട് അന്ന് ഈ പറഞ്ഞ ഹിറ്റ് ഗാനങ്ങളിലൊന്നായിരുന്നു. അതേപോലെ കൊർന്നേലിയസ് പിതാവ് എഴുതിയ ഒരു പാട്ട്, അത് ഇന്നും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40 വർഷത്തോളമായി. 82 മറ്റേ ഞാൻ പാടിയൊരു പാട്ടാണ്. ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ, ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക, നീ എന്നഭയം മഹിയിൽ എന്നായക, ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ, ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക. ആരുടെ ആയിരിക്കും ഒരു പാട്ട് നമ്മൾ കൊണ്ടിരുത്തി ഒരു പള്ളിയിൽ അല്ലെങ്കിൽ വീട്ടിലിരുത്തി നമ്മളെ രാത്രിയിൽ പഠിപ്പിക്കുന്ന ഒരു പാട്ട് വേറെ ആരുടെ ഉണ്ടാവും? സാറിൻ്റെ ആണോ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഇതൊക്കെ? ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടിയിരുന്നത് ഞാൻ തന്നെയായിരുന്നു. തരങ്കിണിയിലൂടെ ദാസേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ വന്നുവെങ്കിലും തരങ്കിണി ഒരു വർഷം ചെയ്യുന്നത് 2 or 3 വർക്കായിരിക്കും. അപ്പോൾ ഒരു 30 പാട്ട്. ഇപ്പോൾ 10 പാട്ട് ആണ് ഒരു കാസറ്റ് എങ്കിൽ 3 വർക്ക് ഇറക്കിയ 30 പാട്ട് അത്രേ വരുള്ളൂ. അതേസമയം ഞാൻ ഒരേ സമയത്ത് തന്നെ ഒരു കാസറ്റിലെ 7-8 പാട്ടുകൾ ഞാൻ പാടുമായിരുന്നു. മാത്രമല്ല 10-15 കാസറ്റ് കമ്പനികൾക്ക് വേണ്ടി ഞാൻ പാടുമായിരുന്നു. ശരിക്കും നമുക്ക് ഈ കാസറ്റ് എത്ര പാട്ട് പാടിയിട്ടുണ്ടെന്ന് ഒരു 20,000-ന് മേളിൽ എന്തായാലും ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ട്. ഒരു മനുഷ്യന് ശരിക്കും എങ്ങനെയാണ് അത്രയും ചെയ്യാൻ പറ്റും? ശരി, ഇടയ്ക്ക് മമ്മൂക്ക പറയുന്ന കേട്ടാ ഇതൊക്കെ ഒരു ആക്രാന്തമാണെന്ന്. സാറിനെ സംബന്ധിച്ച് ശരിക്കും ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്രയും പാട്ട് പാടാൻ പറ്റും, ഇത്രയും റെക്കോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ
നമുക്ക് നമുക്ക് പാടാൻ വയ്യാതെ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ട്രാക്ക് സിസ്റ്റം ഒന്നുമില്ല. ഞാൻ പാടി തുടങ്ങുന്ന സമയത്ത് 2 ട്രാക്ക് ആയിരുന്നു ആദ്യം. പക്ഷെ അധികം താമസിക്കാതെ തന്നെ 4 ട്രാക്കായി. അപ്പോൾ ഈ 4 ട്രാക്ക് എന്ന് പറയുമ്പോൾ 4 ട്രാക്കിൽ 1 ട്രാക്ക് വോയിസിന് ഇട്ടിട്ട് ബാക്കി 3 ട്രാക്കിലാണ് ഈ ഉപകരണങ്ങൾ ഡിവൈഡ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ ആ ഒരു ട്രാക്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ പാടുകയാണ് ആ പാട്ട് പഠിച്ചിട്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു പാട്ട് പാടാൻ മാക്സിമം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മതിയായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ അത്രയും സമയം എടുക്കുമായിരുന്നു, അത്രയും സമയം മതിയായിരുന്നു. അപ്പോൾ 10 പാട്ടിൻ്റെ ഒരു ട്രാക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം 6, 7, 10 പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പാടിപ്പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി ഈ ട്രാക്ക് സിസ്റ്റം വന്നപ്പോൾ. 2, ഇന്നത്തെ പോലെ 150 ട്രാക്കും 200 ട്രാക്കും ഒന്നും എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് പ്രശ്നമാണ്. കാരണം ഇത് മിക്സ് ഡൗൺ ചെയ്ത് കൊണ്ടുവന്ന് 2 ട്രാക്ക് ആക്കുമ്പോഴാണ് സ്റ്റീരിയോ ആവുന്നത്. അപ്പോൾ ആ ഒരു 150 ട്രാക്കിൻ്റെ ഫെസിലിറ്റി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ ഈ 4 ട്രാക്ക് വെച്ച് അനലോഗ് റെക്കോർഡിംഗ് ആയിരുന്നു മറ്റേ സ്പൂളിൽ. അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള പാട്ടുകളായിരുന്നു. ഒരു പാട്ടിന് ഏകദേശം 1-1.5 മണിക്കൂർ വെച്ച് ആണ് പാടിപ്പോകുന്നത്. കാരണം നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ട്രാക്കുകളാണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞില്ല അധികം പാട്ടുകാരില്ല. അപ്പം ഞാൻ തന്നെ പാടാനുള്ള പാട്ടുകൾ 3-4 ടേപ്പുകൾ ഒരു സ്റ്റുഡിയോയിൽ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ഞാൻ പാടി തീർക്കാനുള്ള പാട്ടുകൾ. അപ്പം അങ്ങനെ പാടിയാണ് ഇപ്പോൾ ഈ 15,000 അല്ല 20,000 പാട്ട് പാടാൻ പറ്റിയത്. അത് ഈ 45 വർഷത്തിനുള്ളിലാണ്. കാസറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റായിരുന്നു. വരിക കാസറ്റുകൾ നിന്നു തുടങ്ങി. ഇച്ചിരൂടെ പ്ലാറ്റ്ഫോമുകൾ മാറി, ഇച്ചിരൂടെ വേറെ പ്ലാറ്റ്ഫോമുകളിലായി. സാറിന് അപ്പോൾ അതൊരു ഒരു ബുദ്ധിമുട്ടായി. കാരണം 20,000-ന് മേളിൽ സോങ്സ് റെക്കോർഡ് ചെയ്ത ഒരാളാണ്. തീർച്ചയായിട്ടും പാട്ടിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, അന്നും ഇന്നും അങ്ങനെ വലിയൊരു കൺസേൺ ഒന്നുമില്ല. പാട്ടിൻ്റെ എണ്ണം കുറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഇതില്ല. പക്ഷേ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു, ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ നമുക്കത് കേൾക്കുമ്പോൾ ഇത് പള്ളിയാണല്ലോ, അല്ലെ പള്ളി ക്രിസ്തീയ ഗാനമാണല്ലോ എന്ന് ഉള്ളൊരു ഫീല് നമുക്ക് വരുമായിരുന്നു. ഇപ്പം നിത്യവിശുദ്ധയാം കന്യമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. അപ്പം ഇതിനകത്ത് അങ്ങനെ ആ ചർച്ച് ഓർഗൻ്റെ ആ ഒരു സുഖം ഇന്നത്തെ പോലെ ആദ്യമേ ഡ്രംസും അല്ലെങ്കിൽ ഗിറ്റാറിൻ്റെ ഭയങ്കര ഒരു സാധനവും കേട്ട് വായിക്കുന്ന ഒരു ശീലമൊന്നും അന്നില്ല. കാരണം അന്ന് ആ പള്ളിയുടെ ഒരു പരിഭാവനത വരുന്ന ഒരു ഓർക്കസ്ട്രേഷനാണ്. ഇന്നിപ്പോൾ അതല്ല. ആദ്യമേ തന്നെ നമുക്ക് ആ റോളൊക്കെ ഇട്ട് അടിച്ച് ഗിറ്റാറിൽ ചിലപ്പോൾ ഭയങ്കര ജാസ് എന്നൊക്കെ അപ്പോൾ കർത്താവ് തന്നെ ചിലപ്പോൾ ഇറങ്ങി ഓടിക്കളയുന്ന ഒരു രീതിയിലാണ് സംഗീതം പോയത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ശൈലിയിലോട്ടൊക്കെ മാറിപ്പോയി. അതേപോലെ ക്വാളിറ്റി ഇപ്പം പണ്ടൊക്കെ പാട്ടുകാരെ സെലക്ട് ചെയ്യുമ്പം പ്രത്യേകിച്ചും മലയാളത്തിൽ നമ്മൾ കർണാടക സംഗീതത്തിൽ 3 ഒക്ടേവ് എന്നാണ് പറയുക. ഒരു ഹാർമോണിയം എടുത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് സരിഗമപ പദനി സരിഗമപദനി സരിഗമപദനിസ അങ്ങനെ 3 ഒക്ടേവ്സിലാണ് നമ്മൾ ആ ഹാർമോണിയം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഒക്ടേവ്സിൽ നമ്മുടെ ശബ്ദം പോകണം. അതായത് മിഡിൽ സ്ഥായിലുള്ള സരിഗമപദനി എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് താഴോട്ടും പോകണം, മേലോട്ടും പോകണം. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയില്ല. ആർക്കും ശബ്ദത്തെപ്പറ്റി ഈ പറഞ്ഞ പോലെ വിചാരവും ഇല്ല. എങ്ങനെയും പാടാം. അങ്ങനെയൊക്കെ ഒരു ശൈലിയിലോട്ട് മാറി. പണ്ട് ഞങ്ങൾ അനലോഗ് റെക്കോർഡിംഗ് ആയിരുന്നപ്പോൾ ഒരു ദിവസം വിത്ത് ഓർക്കസ്ട്ര ലൈവായിട്ട് 5 പാട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് 10 പാട്ട്, 3-മതൊരു ദിവസം കൊണ്ട് മിക്സിങ്. ഇങ്ങനെ 3 ദിവസമായിരുന്നു അന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത്, ഒരു കാസറ്റ് വർക്ക്. എന്നുവെച്ചാൽ നമ്മൾ 10-15 പാട്ടെന്ന് പറയും. ഇപ്പോൾ ഒരു 3 മാസത്തെ പണിയാണ്. ഇന്നിപ്പോൾ ഒരു പാട്ടിന് എടുക്കുന്നത് 5-10 ദിവസമാണ് ഒരു വർക്കിന് എടുക്കുന്നത്. കാരണം അത് 150 ട്രാക്കിലേക്ക് എടുത്ത് 150-ൽ നിന്ന് അത് മൈനസ് ചെയ്ത് നമുക്ക് ടെക്നോളജി വളരുകയാണ് ചെയ്തത്. അതെ, ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ വന്നു അത്രയും ഡ്യൂറേഷൻ. പക്ഷെ ടെക്നോളജി ഒക്കെ സൗകര്യപ്രദമായി. പക്ഷേ ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നുന്നു അനലോഗ് റെക്കോർഡിങ്ങിൽ കിട്ടുന്ന ക്വാളിറ്റി ഒന്നും ഇപ്പം ഇതിനകത്ത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ മെനക്കെട്ടിരുന്ന് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഇത് അതിൻ്റെ റിസൾട്ട് വരുന്നുള്ളൂ. കാരണം ഇപ്പം ചുമ്മാ പടച്ചു വിടുകയാണ്. കാരണം റഹ്മാൻ്റെ ഒരു രംഗപ്രവേശത്തോടു കൂടി ഏത് ശബ്ദവും ഉപയോഗിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഇവിടെ നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയും പാടാന്നുള്ളതാണ്. അപ്പം വലിച്ചു കൂവി നീട്ടി കുറുക്കിയൊക്കെ പാടി നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയാണ് ഇപ്പം
വേദികളിൽ പോലും പണ്ട് മര്യാദയ്ക്ക് നിന്ന് പാടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് ഓടരുത് ചാടരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ പാടാൻ വരുന്നവൻ ഓടുകയും ചാടുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവൻ്റെ ആ പണി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അതല്ല, നമ്മൾ സ്റ്റേജിൽ വന്ന് നിന്ന ഉടനെ തന്നെ നമ്മൾ കാലിട്ടിളക്കൽ തുടങ്ങും. അവിടുന്ന് പിന്നെ തുള്ളി 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 ഇറങ്ങി ഓടുക, ഓഡിയൻസിൻ്റെ ഇടയിൽ ഓടുക, അങ്ങനെ അങ്ങോട്ട് പിന്നെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ കാണിക്കുന്നതൊക്കെ റെക്കോർഡഡ് സാധനമാണ്. ഇതൊക്കെ ജനത്തിനും അറിയാം. അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് ചുണ്ടനക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടും വീണ്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ ആ ക്വാളിറ്റി ആളുകൾക്ക് വേണ്ട എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോയി. സാർ, നമ്മള് ക്രിസ്ത്യൻ സോങ്സ് ഒരുപാട് കേട്ടു. എനിക്കൊരു മാപ്പിളപ്പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ട് സാറിന്റെ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ പോരിശയേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ് പൂമകൾ ഫാത്തിമ പാരിലെ നാരിമാർ ആകയിൽ മാതൃക പാരിലെ നാരിമാർ ആകയിൽ മാതൃക പൂവിയാൾ ഹാഷിം പൂമകൾ ഫാത്തിമ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. ഇത് അന്നും ഇന്നും ഇപ്പോഴും എന്നെ കൊണ്ട് പല വേദികളും പാടിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ കൂടെ അന്ന് ഈ പാട്ട് ഡുവറ്റായിരുന്നു. ഞാൻ സോളോ ആയിട്ടും പാടിയിട്ടുണ്ട്. രഹന എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടിയെ കൊണ്ടും മിക്കവാറും പല വേദികളിലും പാടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു പാട്ട്, ഒരു അറബിക് ടച്ചുള്ള ഒരു പാട്ടാണ്. കുദ്റത്ത് എന്ന് പറഞ്ഞ ഒരു CD-യിലായിരുന്നു അത്. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല കിംബപ്പൂ റിസാല റിസാല ദീൻ റിസാല ആരംഭ റസൂല റസൂലേ യാ റസൂലേ ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല കിംബപ്പൂ റിസാല റിസാല ദീൻ റിസാല. അരെ വാ, ഭയങ്കര സന്തോഷം. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ അറബിക് സോങ്ങിലോട്ട് വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഒരു സിദ്ധി വെച്ചിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അറബിക് പാട്ട് പാടി പെട്ടിട്ടുണ്ട്. ഓർക്കണുണ്ടോ അത്? തീർച്ചയായും, പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതായത് എനിക്ക് തോന്നുന്നു 2013 എനിക്ക് തോന്നുന്നത്. കാരണം 2000 മുതൽ സൗദിയിലേക്ക് എന്നെ പലരും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ നിയമങ്ങൾ അന്ന് പ്രത്യേകിച്ചും 2000 കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞാൽ ആവശ്യമില്ലാതെ പുലിവാല് പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കണ്ടീഷൻസ് ഞാൻ പറയും. പ്രത്യേകിച്ചും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വേണം എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയും. പക്ഷേ പലരും ഇത് തരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തള്ളി എനിക്ക് തോന്നുന്നു 2013 എൻ്റെ ഓർമ്മ. ഞാൻ സൗദിയിൽ ഇതുപോലെ ഒരു പ്രോഗ്രാമിന് പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ എന്നെ സമീപിച്ച ആളിനോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു, ഇന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അയാളതൊക്കെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു, നല്ലതായിട്ട് ഇടപെട്ടു, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ഇദ്ദേഹം എന്നെ കൊണ്ടുപോയത് റിയാദിലേക്കാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു, എല്ലാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്തു, ഭംഗിയായി. അപ്പോൾ ഞാൻ റിയാദിലേക്കുള്ള ഈ എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷം ദമാമിന്ന് ഒരാൾ ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് വിളിക്കുക. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റിപ്പോവും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി റിയാദിലുള്ള ഒരാൾക്ക് ഞാൻ പ്രോഗ്രാം കൊടുത്തു. ഇനിയിപ്പം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശരിയാവുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വിളിക്കും, നിങ്ങൾ എൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഗ്രിമെൻറ്റ് പ്രത്യേകം വെക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനിത് അറിയുന്നില്ല. ഞാൻ റിയാദിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം നമ്മൾ ഓൾറെഡി അറിഞ്ഞു ദമാമിലൊരു പ്രോഗ്രാം കൂടെ എടുത്തിട്ടുണ്ട്, മറ്റേ ആളുമായിട്ടൊരു എഗ്രിമെൻറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ദമാമിൽ ചെല്ലുന്നു. പക്ഷേ അവിടെ ഇതിന് പെർമിഷൻ എടുത്തിരുന്നില്ല എന്നുള്ള വിവരം എനിക്കറിയില്ല. അപ്പം നമ്മളവിടെ ചെല്ലുന്നു, ഈ പറഞ്ഞ പോലെ വൈകുന്നേരം 6:30 എന്ന് പറഞ്ഞു, അവസാനം 7:30 8 9 പ്രോഗ്രാം നടക്കുന്നില്ല. അപ്പം ഞാനങ്ങനെ ഒരു മുറിയിൽ ഇങ്ങനെ VIP എന്ന് എഴുതിയ ഒരു മുറിയിൽ ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് കുറച്ച് ഒരു ഈ വെള്ള വസ്ത്രധാരികൾ, മറ്റേ അറബി ഇതൊക്കെ വെച്ചിട്ട് കന്തൂറായും ഈ തലയിൽ അവരുടെ ആ വട്ടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ അവർ വീൻ മാർക്കോസ്. അപ്പം ഞാൻ ഇതുപോലൊരു കസേര ഒരു സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു, അങ്ങനെ അവിടെ ഇരുന്നു.
എന്തോ അവിടെ ആയിട്ടോ ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. അപ്പോൾ ഇവർ ഇതുപോലെ കട്ടനൊക്കെ പൊക്കി നോക്കുന്നു, അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, ആ മുറിയുടെ എല്ലാ ഭാഗവും പോയി നോക്കുന്നു. അപ്പോൾ ആരും ഇവരെ ഒറ്റിയതാണ്. ഇങ്ങനെ ഈ പ്രോഗ്രാം ഒരു ക്രിസ്തീയ പ്രോഗ്രാമാണ്, കാരണം ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് അവിടെ നടത്തിയത്. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ അവിടെ തപ്പുന്നു ഇവിടെ തപ്പുന്നു ഒന്നും കണ്ടില്ല. അങ്ങനെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് ചെന്നു. അപ്പം ഞാൻ ഈ ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പം അവിടെ ഒരു 10-25 പേരെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവരെല്ലാം ബാച്ചിലേഴ്സായിട്ട് വന്നവരാണ്. ബാക്കി ഫാമിലിയായിട്ട് വന്നവരെയൊക്കെ അവർ വിട്ടു. അപ്പോൾ അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരും കള്ളു കുടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇവരെ ഓരോരുത്തരും ഇങ്ങനെ ചെക്ക് ചെയ്തൊക്കെ പലരെയും അങ്ങനെ പറഞ്ഞു വിട്ടു. അക്കൂട്ടത്തിലാണ് ഈ പറഞ്ഞ പോലെ ഇത് നടത്തിയത് ഞാനാണല്ലോ, പാട്ടുകാരൻ എന്ന നിലയിൽ അന്നേരം അവിടെ ഉള്ളത് ഞാനാണ്. പക്ഷേ ഈ നടത്തിയ ആൾ അവിടെ നിന്ന് മുങ്ങി. അപ്പം അവനെ കിട്ടാതെ വന്നതുകൊണ്ടാണ് ഇപ്പം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ടി വന്നത്. മുത്തവ എന്ന് പറയുന്നൊരു മതകാര്യ പോലീസുണ്ട് അന്ന്. അത് ഈ പരിപാടി ഇഷ്യോടുകൂടി ആ മുത്തവമാരെ പിരിച്ചു വിട്ടു. ഇപ്പം സൗദിയിൽ മുത്തവമാരില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയായിട്ട് എനിക്ക് നല്ലൊരു അടുപ്പമുണ്ട്. കൂടാതെ ഒരു എന്താ പറയുക ബന്ധു ഇതുണ്ട് എനിക്ക്. അപ്പോൾ അപ്പോൾ എൻ്റെ കൂടെ അന്ന് VT ബൽറാം എന്ന് പറഞ്ഞൊരു MLA ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് പോയി, ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് പോയി. ഞാൻ പാടാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം. അപ്പോൾ അദ്ദേഹം നാട്ടിൽ ഇറങ്ങുമ്പം അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ഉടനെ തന്നെ ഉമ്മൻചാണ്ടിയെ വിളിച്ച് പറയുന്നു. ഉടനെ ഉമ്മൻചാണ്ടി ഇടപെടുന്നു. ഉടനെ E അഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ വിദേശകാര്യമന്ത്രി E അഹമ്മദ് സാഹിബിനെ വിളിച്ച് പറഞ്ഞു. AK ആൻ്റണി അദ്ദേഹം ഇടപെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വന്നിരിക്കുന്ന ആൾ തീരെ ഒരു പ്രശ്നകാരിയായിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ആളിനോട് ഞാൻ ചോദിച്ചു എന്താണ് കുറ്റം എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറ്റമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങേര് പറഞ്ഞു ഇദ്ദേഹം ഇന്ത്യ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ, അല്ല കേരളം മദ്രാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. ഒരു വലിയ ഗായകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഈ മൊബൈലെടുത്ത് KG മാർക്കോസ് അടിച്ചപ്പോൾ എൻ്റെ പാട്ടുകളാണ് വരുന്നത്. അങ്ങനെയാണ് ഒരു അറബി പാട്ട് പാടാമോ എന്ന് പാടിക്കാം എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളി അങ്ങോട്ട് പറയുക. അങ്ങനെയാണ് ഞാൻ ആ അറബി പാട്ട് അവിടെ പാടുന്നത്. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ പാടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 2-3 തോക്കുധാരികളൊക്കെ അവിടെ എൻ്റെ ചുറ്റുമുണ്ട്. കാരണം വെച്ചാൽ അവർ പാറാതെ വന്നവരാ. ഈ പാട്ട് കേട്ടിട്ട് അറബി ഒരുത്തം വന്നിരുന്ന് അറബി പാടുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പറഞ്ഞ പോലെ അതായത് നന്നായിട്ട് ഞാൻ അറബി പ്രൊണൗൺസിയേഷൻ നന്നാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആണ് ഇവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് എനിക്കൊരു എന്താ പറയുക പ്ലസ് ആയിരുന്നു അന്ന്. അപ്പോൾ ഇവർക്കും ഞാൻ പറഞ്ഞില്ലേ അവർക്ക് പ്രത്യേകിച്ചൊരു കുറ്റം ആരോപിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഈ അറബി പാട്ടിൻ്റെ ഞാനിത് നേരത്തെ ഇതുപോലെ ബഹ്റൈനിൽ പോയപ്പം അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഷെയ്ഖ് ഫാമിലിയിലെ ഉദ്ഘാടകൻ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പഠിച്ച് പാടിയ ഒരു പാട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 4 വരി പാടിയ ഇവർക്കൊരു ഇമ്പ്രഷൻ ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി പാടാം. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പാടിയത്. അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? لاني ومختي لاني يبجاني منهم في وسطي براني لاني ومختي لاني يبجاني واليا والهالي واليا والهالي واليا. അടിപൊളി. അതിനാണ് ഒരു അറബിക് പാട്ട് സാറിന് ഞാൻ കേൾക്കണത്. സച്ചിന് ചെറുപ്പം പോലുള്ള ഒരു ആഗ്രഹമാണ്. സാറിന്റെ ഡ്രസ്സ് തന്നെയാണ് വൈറ്റ് ആൻഡ് വൈറ്റ്. അതെ. എന്നായിരിക്കും സാറിനെ ഈ നമുക്ക് വേറൊരു ഡ്രസ്സിൽ കാണാൻ പറ്റുക? ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ആരെയും അനുകരിച്ചു തുടങ്ങിയതൊന്നും അല്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.